ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവും ഡച്ച് പാലസും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡച്ച് പാലസ് അഥവാ മട്ടാഞ്ചേരി പാലസ്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു 10 മിനിറ്റത്തെ ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു ജൂത സ്ട്രീറ്റിലേക്ക്. അപ്പം ഞാനും ബാബിയും മക്കളും എല്ലാം കൂടിയിട്ട് ഒരു ജൂത സ്ട്രീറ്റ് കാണാനും ഡച്ച് പാലസ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് ചെന്നു. നമ്മൾ ആദ്യം പോയത് ഈ ഡച്ച് പാലസിലേക്കാണ്. അപ്പം ഗൂഗിൾ പറഞ്ഞത് പ്രകാരം ഏകദേശം ഒരു 7 മണി വരെയാണ് ഇതിൻ്റെ വിസിറ്റിംഗ് ടൈം. പക്ഷെ നമ്മളവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ ക്ലോസ് ചെയ്തു ടിക്കറ്റ് കൗണ്ടർ. ഇനി കയറിയവരെ കണ്ടിട്ട് ഇറങ്ങാനുള്ള ആ ഒരു ടൈമും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം പോയി നോക്കുമ്പം നമുക്ക് ഭയങ്കര സങ്കടമായി. കാരണം പെട്ടെന്ന് പോയി കണ്ടിട്ട് വരാമെന്നൊക്കെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട്, പക്ഷേ നമ്മൾ ആ പോയ കാര്യങ്ങളൊന്നും നടന്നില്ല. എന്നാൽ ശരി, നമ്മൾക്ക് ജൂത സ്ട്രീറ്റിലൂടെ നടന്ന് സിനഗോഗിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോകാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സ്ട്രീറ്റിലൂടെ നമ്മൾ നടക്കാൻ തുടങ്ങി. അപ്പം ഈ ഒരു സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെസ്റ്റേൺ സ്റ്റൈലിലൊരു കൾച്ചറുള്ള ബിൽഡിങ്സും കാര്യങ്ങളുമാണ് ഈ ഒരു സ്ട്രീറ്റിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻസ്. പിന്നെ ഈ വഴി വരുന്ന ഫോറിനേഴ്സിനെയും മറ്റും അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈ ഒരു വാസ്തു ശില്പങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പും കാര്യങ്ങളും സ്പൈസസിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മെയിൻലി എനിക്ക് തോന്നിയത് ഈ ഒരു ഹോം ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്നവർക്ക്, ഇങ്ങനെയുള്ള ഷോപ്പ് പീസുകളൊക്കെ വെക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുള്ളാവും. അങ്ങനെ നമ്മൾ ഈ ഒരു ജിഞ്ചർ ഹൗസ് എന്ന് പറഞ്ഞ ഈ ഒരു ഹോട്ടലിൻ്റെ അവിടെ കയറി. അപ്പോൾ അവിടെ നിന്ന് കാണുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ സിനഗോഗിൻ്റെ ഏരിയയിലേക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെസ്റ്റേൺ ജൂയിഷ് കൾച്ചറിൻ്റെ എക്സാക്റ്റുള്ള ഒരു രൂപവും ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ ഈ ഒരു ഏരിയയിലാണ് കാണാൻ പറ്റുന്നത്. അപ്പം സിനഗോഗ് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ റോഡരികിൽ വെച്ചിട്ടുള്ള ആർട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടന്നു. ആ ഒരു ഏരിയയൊക്കെ ചുമ്മാ ഒന്ന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടുന്ന് നേരെ കുട്ടികൾക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ മട്ടാഞ്ചേരിയിലുള്ള ഒരു പാർക്കിലേക്കാണ് പോയത്. അപ്പം ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത് ഇവർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവർ മെയിൻറ്റെയിനും ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കുക, ഇവിടെ ഒരു ജിമ്മിൻ്റെ ഡമ്പലൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് പപ്പനൊക്കെ ഉണ്ടാവും. അതായത് ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ഫിറ്റ്നസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള പാർക്കാണ്. ജെൻസിനും ലേഡീസിനും ഒക്കെ ഈ ഒരു പാർക്കിൽ പോയിട്ട് ഈ ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്ലൈഡും സീസോയും ഇതുപോലെ താറാവിൻ്റെ മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളിവിടെ കുറേ സമയം കളിച്ച് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ദുവമോക്ക് ഐസ്ക്രീം കഴിക്കാൻ പോയിട്ട് ഭയങ്കര സന്തോഷമായി. ബാബിയും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ദുവമോള് അവിടുന്ന് ഓർഡർ ചെയ്തത് അവൾക്ക് സ്ട്രോബെറി ഐസ്ക്രീം, അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രോബെറി ഐസ്ക്രീമാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ നമുക്ക് ഓരോരുത്തർക്കായിട്ടുള്ള ഐസ്ക്രീമും ബർഗറും കാര്യങ്ങളൊക്കെ ഇതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഒരു ഫലൂദയാണ് ഓർഡർ ചെയ്തത്. നമ്മൾ ദുവമോള് ബർഗറൊക്കെ കടിച്ച് തിന്നുന്നുണ്ട്. അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നന്നായിട്ട്. അങ്ങനെ ദുവമോളുടെ സ്ട്രോബെറി ഐസ്ക്രീം വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫലൂദയും ഞാൻ ഷാർജ ഷേക്കാണ് ഓർഡർ ചെയ്തത്. കുഴപ്പമില്ല. അതായത് ചുള്ളിക്കള്ളി ഒരു അപ്പൂസ് എന്ന് പറഞ്ഞൊരു ഐസ്ക്രീം പാർലറിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ബാബി മാംഗോ ഷേക്കും അമീർ ചോക്ലേറ്റ് ഷേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഇവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇതൊക്കെ കഴിച്ചു. ആ സമയത്ത് ദുവമോൾ നല്ല ആസ്വദിച്ചിട്ട് ഈ ഒരു സ്ട്രോബെറി ഷേക്കും കാര്യങ്ങളൊക്കെ കുടിച്ചു. പക്ഷേ എനിക്ക് ഈ ഒരു സ്ട്രോബെറി ഷേക്കിൻ്റെ കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കുഴപ്പമില്ല, ഷാർജ ഷേക്ക് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടുന്ന് ഈ ഒരു ഷേക്കും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് നേരെ ശബനാബിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പം ബാബിൻ്റെ വീട്ടിൽ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് പ്ലാന്റിനെ കൊണ്ടുള്ള നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും അമ്മയും നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.